പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ തിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും ആയുസ്സിൽ കാണാത്ത ഒരു പുതിയ പ്രഭാതം, പുത്തൻ പുലരി നമുക്കൊരുമിച്ച് കാണുവാൻ ദൈവമായ കർത്താവ് ആയുസ്സിനെയും ആരോഗ്യത്തെയും തന്ന് ബലവും സൗഖ്യവും സമാധാനവും തന്ന് ആയുസ്സിനെ നീട്ടിയ ദൈവനാമത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിന് നന്ദി കരയറ്റിക്കൊണ്ട് ഇന്നത്തെ പ്രഭാതം വേദവചന ധ്യാന ചിന്തയോടെ ആരംഭിക്കുവാൻ തക്കവണ്ണം ഒരു വചനം വായിച്ചു കേൾപ്പിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 30-ാം അധ്യായം 5-ാമത്തെ വാക്യം. പ്രോവർബ്സ് ചാപ്റ്റർ 30 വേഴ്സ് 5. ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. ഈ വാക്ക് സദൃശ്യവാക്യങ്ങളിലുള്ള ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ എഴുതിയിരിക്കുന്ന വാക്കുകളാണ്. സത്യമായി പരിണമിക്കുന്ന വാക്കുകളാണ് അതിനകത്ത് എല്ലാ വചനങ്ങളും. അതിനകത്ത് ഒരു വാക്കാണ് ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകുന്നു. ആ ശുദ്ധി ചെയ്തത് എന്നതിനകത്തൊരു കാര്യമുണ്ട്. ഈ പൊന്ന്, അതായത് സ്വർണം വേർതിരിച്ച് മണ്ണിനകത്ത് ചെയ്താണ് എടുക്കുന്നത്. അതേ മൂല്യമുള്ളതാകാൻ അതിൻ്റെ പ്രോസസ്സ് അത്ര വൈഷമ്യമേറെ ആയതുകൊണ്ടാണ്. അതിൽ നിന്ന് വീണ്ടും എടുക്കുന്നതാ പൊന്ന്. അതിൻ്റെ ശുദ്ധി കൂടുന്നത്, എൻ്റെ ക്യാരറ്റ് കൂടുന്നതാ പൊന്നെന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് അതിനെ ശുദ്ധി ചെയ്യുന്നതാണ്. അത് പെർഫെക്റ്റാ. ഇത് ഏറ്റവും ട്രാൻസ്പാരൻ്റ് ആയിട്ട് കടത്തിവിട്ട് അത് ശുദ്ധി ചെയ്ത് പരിശുദ്ധമായതാ ഈ ദൈവവചനം. അതിലെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റക്കുറച്ചുകളില്ല, കുറവില്ല, കൂടുതലില്ല. അതെല്ലാം സത്യമായി ഭവിക്കുന്നത് സത്യമായിരിക്കും. അതിനകത്ത് വ്യത്യസ്തത ഉണ്ടാകത്തില്ല. അത് സത്യമായി ഭവിക്കും. അതുകൊണ്ടാണ് ദൈവവചനം ശുദ്ധി ചെയ്തതാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. ശുദ്ധി ചെയ്തതാകുന്നു എന്ന് വായിക്കുന്നത്. ആ ദൈവവചനം ശുദ്ധി ചെയ്തതാണ്. 2, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. ഹല്ലേലൂയ. ആ വാക്കൊന്ന് കേട്ടെ. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. ഈ വാക്ക്, 2 വാക്ക് കേട്ടോ. ദൈവത്തിന്റെ വചനം ശുദ്ധി ചെയ്തതാ. ശുദ്ധി ചെയ്തതാന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ റിസീവ് ചെയ്യുന്നു. ഒരാൾ പറയാ എനിക്ക് ഗോൾഡ് വേണം, അതിനവന് വിലയുള്ളതാ. അവനറിയാം പന്നിയുടെ മൂക്കിൽ പൊന്മൂക്കത്തി കുത്താറില്ല, അല്ല കുത്തിയാൽ അത് കുത്താറില്ല. അതുപോലെയാണ് സുന്ദരിയുടെ കയ്യിൽ എന്ന് പറയുന്ന വാക്കുണ്ട്. പന്നിയുടെ മൂക്കിൽ പൊന്മൂക്കത്തി കുത്താറില്ല. അത് സദൃശവാക്യം തന്നെ പറയുന്നുണ്ട്. അതിന്റെ കാര്യം എന്താ വെച്ചാൽ അതിന്റെ വാല്യൂ അറിയാത്തത് കൊണ്ടാണ്, അതിന്റെ വില അറിയാത്തത് കൊണ്ടാണ്. പന്നിക്ക് അതിന്റെ വില അറിയാത്തത് കൊണ്ടാണ് അതിന് ആ പൊന്മൂക്കത്തിയാണോ അതാരെ കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതിന്റെ വാല്യൂ അറിയാവുന്നവൻ അതറിയാം. അതുപോലെയാണ് ദൈവവചനത്തിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്, മൂല്യമുണ്ട്. മൂല്യം അറിയാവുന്നവൻ അറിയാം ആ ദൈവവചനം എന്റേതാണ്. അതുകൊണ്ട് ഈ വചനം പറയുമ്പോൾ തന്നെ തിരുവചനത്തിൽ 2 വാക്കുകൾ ദൈവവചനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഗ്രീക്കിലെ 2 പദങ്ങളുണ്ട്. ഒന്ന് ലോഗോസ് എന്ന് പറയുന്നാൽ യൂണിവേഴ്സൽ വചനങ്ങൾ, യൂണിവേഴ്സൽ വേർഡാണ്. യൂണിവേഴ്സൽ ആയിട്ട് ഉപയോഗിക്കുന്ന, ആഗോളമായിട്ട് എല്ലാവരിലും എത്തുന്നതാണ്. യൂണിവേഴ്സലായിട്ട് ആഗോളമായിട്ട് എത്തുന്നതാണ് ഈ ലോഗോസ് എന്ന പദം. എല്ലാവരിലേക്കും പകരപ്പെടുന്ന, സർവ്വലോകത്തിലും വ്യാപരിക്കുന്ന, അതാണ് ഈ ലോഗോസ് എന്ന പദം. എന്നാൽ റേമ എന്ന വചനത്തിന് മറ്റൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. അത് എല്ലാവരിലേക്കും ഉള്ളതല്ല, അത് എടുക്കുന്നവരിലേക്ക് മാത്രമുള്ളതാണ്. യേശു പത്രോസിനോട് പറഞ്ഞു വരിക. അത് പത്രോസിനോട് മാത്രം പറഞ്ഞ നടന്നത്. കടലിന്റെ മീതെ യേശു നടക്കുന്നത് കണ്ട് നടന്നത് പത്രോസ് മാത്രമേ അത് റിസീവ് ചെയ്തുള്ളൂ. സാർവത്രികമായ വചനം, എല്ലാവർക്കും വേണ്ടിയുള്ള വചനം. ചിലര് മാത്രം, ഒരു വ്യക്തി മാത്രം എടുക്കുമ്പം, ഒരു വ്യക്തി അവൻ ആ വചനം എടുത്തിട്ട് ഇത് എന്റേതാണെന്ന് പറഞ്ഞാൽ അത് അവന്റെ ആയിട്ട് മാറും. അതിന് മൂല്യമുള്ളതാകും, അത് ശുദ്ധി ചെയ്താകും, അത് അവന്റെ വചനമായിട്ട് മാറും. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇതിലെ നിന്നോടൊരു വസ്തുത പറയാനുണ്ട്. നീ കേൾക്കുന്ന വചനം ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കില്ല. ഇത് നിന്റെ വചനമാ, അതെന്റേതെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുക. യേശു ഒരിക്കൽ പറഞ്ഞു, വിശ്വാസത്തോടുകൂടി ഒരുവൻ പ്രഖ്യാപിക്കുക, ഈ മലയോട് കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ അത് പോകും. കാരണം അത് പോകുമെന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ മല ചാടിപ്പോകും. അതിന് വിശ്വാസത്തോടെ, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ആ ഉറച്ച വിശ്വാസത്തിന്റെ ഉടമയായിരിക്കാനാണ് കർത്താവ് പറയുന്നത്.
ആ വചനം ഏറ്റെടുക്കുന്നവന് അത് വിടുതലായി ഭവിക്കും. വചനം ഏറ്റെടുക്കുന്നവന് അത് കരുണയായി ഭവിക്കും. ആ വചനം ഏറ്റെടുക്കുന്നവന് അത് നന്മയായി ഭവിക്കും. വചനം ഏറ്റെടുക്കുന്നവന് അത് നിത്യജീവനായി പിന്നത്തേതിൽ അത് പരിണമിക്കും. ആ വചനം ഏറ്റെടുക്കുന്നവനെ കുറിച്ചാണ് പറയുന്നത്. ആ യേശു കർത്താവ് പറഞ്ഞു, വചനം കേട്ട് അത് പ്രമാണിക്കുന്നവൻ, അത് ചെയ്യുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന വീട് പോലെയാകും. കാറ്റതിന്മേലടിച്ചു, വലിയ പ്രക്ഷോഭമുണ്ടായി, വലിയ കോളിളക്കമുണ്ടായി, വലിയ വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റതിന്മേലടിച്ചു. പക്ഷേ പാറമേൽ അടിസ്ഥാനമിട്ടിരുന്നത് കൊണ്ട് അത് നിലനിന്നു. എന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവരൊക്കെയും ഇങ്ങനെയാണ്. ആ വചനത്തിന്റെ മൂല്യം അറിയാവുന്നവൻ, വചനത്തിന്റെ വില അറിയാവുന്നവൻ, വചനം എന്താണെന്ന് അറിയാവുന്നവൻ, വചനത്തെ മാറോട് ചേർത്ത് പിടിക്കുന്നവൻ, ഇതെന്റെ ആളെന്ന് പറഞ്ഞ് ആ വചനത്തെ പ്രമാണിക്കുന്നവൻ, അനുസരിക്കുന്നവന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മറ്റൊരു ഭാഗം, അടുത്ത ഭാഗം പറയുന്നു, അതേ വചനം കേട്ടിട്ട് പ്രമാണിക്കാത്തവൻ അത് അതുപോലെ വിട്ടുകളഞ്ഞു. അതിനെ കേട്ടു, അത് കേട്ടു, അതൊരു പത്രം വായിക്കുന്നത് പോലെ, അല്ലെങ്കിൽ വചനം കഴിച്ച് വിട്ടുകളയുന്നവനോട് പറയുന്ന വാക്ക് എന്താണെന്നറിയാമോ? ആ വാക്ക് ഇങ്ങനെയാണ്, ഇപ്രകാരമാണ് ആ വാക്കിനെ കുറിച്ച് പറയുന്നത്. വചനം കേട്ട് പ്രമാണിക്കാത്തവനോ അവൻ മണലിന്മേൽ വീട് പണിതവനെ പോലെ. മഴ വന്നു, വെള്ളപ്പൊക്കം വന്നു, കാറ്റ് ആ വീടിന്മേലടിച്ചു, അത് നാമാവിശേഷമായി അതില്ലാതെ പോയി. ആ വീട് പിന്നെ അവിടെ ഇല്ലാതെ പോയി. എന്റെ വചനം കേട്ട് ചെയ്യാത്തവനൊക്കെയും ഇതുപോലെ മൂഢനായി പോകുന്നു. അത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ വചനത്തിന്റെ മൂല്യം അറിയാത്തവൻ. കുഞ്ഞെ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യഹോവയുടെ വചനം ശുദ്ധി ചെയ്തതാകുന്നു. ഒരു 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 ദൈവദാസൻ പറയുന്ന വാക്കല്ല, അല്ലെങ്കിൽ വായിച്ചു കേൾക്കുന്ന, പറഞ്ഞു കേൾക്കുന്ന വചനമല്ല. ദൈവത്തിന്റെ വചനം ശുദ്ധി ചെയ്തതാകുന്നു. അവയെല്ലാം ശുദ്ധി ചെയ്തതാകുന്നു. അത് അനുസരിക്കുന്നവൻ അതിനെ കൊണ്ട് ജീവിക്കും. അത് ചെയ്യുന്നവൻ, അത് പ്രമാണിക്കുന്നവൻ അതിനായി ജീവിക്കും. അത് പ്രമാണിക്കുന്നവൻ, അതെ, ഇവിടെ 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 കഷ്ടതയുണ്ട്, വിഷമമുണ്ടെങ്കിലും തളർന്നു പോകാതെ നിത്യജീവനെ കൊയ്യുവാൻ ഇടയാകും. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, ദൈവത്തിന്റെ പ്രോമിസ് ആണ്. ഇന്ന് ഈ വചനം, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവമേ, നീ അന്തരംഗത്തിൽ ഒന്നുകൂടെ ആഴത്തിൽ മനസ്സിലാക്കിക്കേ. യഹോവയുടെ വചനം അതെല്ലാം ശുദ്ധി ചെയ്തതാകുന്നു. അതേ, മാത്രമല്ല അടുത്തൊരു വചനം പറയുന്നുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് അവരൊരു പരിചയത്തിലാണെന്നുള്ളതാണെന്നറിയാമോ? നിനക്കെതിരെ വെട്ടുവരുമ്പം തടയുന്നതാ, നിനക്കെതിരെ ബുള്ളറ്റ് വരുമ്പം അതിനെ തടയുന്നതാ, നിനക്കെതിരെ വരുന്ന പ്രതിസന്ധികൾക്കകത്ത് നിനക്കെതിരെ വരുന്ന ക്രൂരമ്പുകൾ വരുമ്പോൾ അതിനെ തടയപ്പെടുന്നതാ. എന്നൂടെ പറയാം, നിന്നെ ആരും പ്രത്യക്ഷത്തിൽ വാളുകൊണ്ട് വെട്ടുന്നുണ്ടാവില്ല, നിന്നെ ആരും വാക്കത്തി കൊണ്ട് വെട്ടുന്നുണ്ടാവുന്നില്ല, നിനക്കെതിരെ അമ്പുകൾ എയ്യുന്നുണ്ടാവുന്നില്ല, വെടിവെക്കുന്നുണ്ടാവുന്നില്ല. പക്ഷെ കുഞ്ഞെ, ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ അന്തരംഗത്തിൽ ഹൃദയം മുറിച്ച് മാറ്റി വെക്കുന്നത് പോലെ ഹൃദയത്തെ മുറിക്കുന്ന വാക്കുകൾ, പ്രവർത്തികൾ നിനക്കെതിരെ ഉണ്ടായേക്കാം. നിന്നെ തകർത്തു കളയുന്ന, നിന്നെ ഇല്ലാതാക്കുന്ന, വേദനപ്പെടുത്തുന്ന അവസ്ഥയ്ക്ക് നടുവില് ഇന്ന് ഒന്നുകൂടി ഒന്ന് തിരിച്ചറിഞ്ഞ്, അതേ, നിന്നെ തകർത്തു കളയുന്ന, ഇല്ലാതാക്കുന്ന അവസ്ഥയ്ക്ക് നടുവിൽ നിന്നെ യഹോവ ഒരു പരിച പോലെ, യഹോവയുടെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ, ആപ്പിൾ ഓഫ് ഐസ് ആയിട്ട്, അതേ കൺമണി പോലെ നിന്നെ സൂക്ഷിക്കുന്ന ദൈവം പറയുന്നു, അവൻ നിനക്കൊരു പരിചയ. ദൈവം അവനൊരു പരിചയ. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് യഹോവ പരിചയ. ഈ വചനം കേൾക്കുമ്പോൾ ആത്മാവിൽ ഏറ്റെടുക്കട്ടെ, ദൈവം നിനക്ക് പരിചയമായിട്ടുണ്ട്. നിന്റെ മേലല്ല കൊള്ളുന്നത്, പരിചമേല കൊള്ളുന്നത്. അവൻ നോക്കിക്കൊള്ളും നിന്റെ കാര്യം. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവനൊരു പരിചയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കുന്നതിനായി നന്ദി. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് കർത്താവെ, ജനത്തെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യഹോവയുടെ വചനം റേമയായി ഹൃദയങ്ങൾക്കകത്ത് പരിണമിക്കുകയും അത് മാത്രവുമല്ല, അതേ, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു പരിചയായി ദൈവം കൂടിയിരിക്കുന്നതിനായി നന്ദി പറയുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കുന്നതിനായി നന്ദി. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാ മാനവും മഹത്വത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചെറുകടിയിൽ നമ്മൾ എല്ലാവരെയും മറയ്ക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.